സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മറ്റുള്ളവർ പറയുന്നതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള സംഘർഷങ്ങളാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് കണ്ണൂരിൽ, പിന്നെ ആലപ്പുഴയിലൊക്കെ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ഉണ്ടായത്, നമ്മൾ എങ്ങനെയാണത് നേരിട്ടത്? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയ്ക്കും ചരിത്രപരമായൊരു കാരണമുണ്ട്. അതിലൊന്ന് മലബാർ ഭാഗത്തെ 1921 കലാപം, മാപ്പിള ലഹള. അത് ഹിന്ദു സമുദായത്തിന് വളരെ ആഘാതമായിരുന്നു. അന്നത്തെ കോൺഗ്രസിന്റെ നിലപാട് ഈ മാപ്പിളം ലഹളയെ ഒരു വർഗീയ ലഹളയുടെ കൽപ്പിക്കുന്നതിന് പകരം അതിനെ ശക്തമായിട്ട് എതിർക്കുന്നവരും ഖിലാഫത്ത്, മുസ്ലിംസിൻ്റെയും ഹിന്ദുക്കളുടെയും ഐക്യമുണ്ടായാലും സ്വാതന്ത്ര്യങ്ങളും നിലയ്ക്കാലും സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഈ കോൺഗ്രസ്സുകാരനാണ് നമുക്ക് ഇത്രയും ദുരിതം അനുഭവിക്കേണ്ടി വന്നത് എന്നുള്ളൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. 1951 തെക്ക് ഭാഗത്ത് മന്നം ശങ്കർ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഹിന്ദു മഹാമണ്ഡലം എന്നുള്ള നിലയ്ക്ക് ജാതിക്ക് അതീതമായിട്ട് അന്ന് മുതലാണ് നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള ഹിന്ദുക്കളെല്ലാം മറന്നിട്ട് ഒരുമിച്ച് കൂടണം എന്നുള്ള മുദ്രാവാക്യമൊക്കെ വന്നത്. അതിഗംഭീരമായിട്ടുള്ള നിലയ്ക്ക് ഹിന്ദു മുന്നോട്ട് വന്നു. ദേവസ്വങ്ങൾ ഈ പൊതു ദേവസ്വം അത് മുഴുവൻ പ്രത്യേക ബോർഡ് ഉണ്ടാക്കി ആ ബോർഡിൻ്റെ കീഴിൽ ദേവസ്വം വേണം എന്നുള്ളൊരു ശ്രമമൊക്കെ ആ സമയത്താണ് നടന്നത്. ഈ തരത്തിലുള്ള ഹിന്ദു ജാഗരണം വളരെ ശക്തമായിട്ട് നടന്ന സമയത്ത് ഈ ഒരു ഹിന്ദു ജാഗരണം കോൺഗ്രസിൻ്റെ താല്പര്യത്തിന് വിഘാതമാകും എന്ന് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം വിചാരിച്ചു. അവരെന്തെങ്കിലും ഇതിനെ തകർക്കാനായിട്ട് പരിശ്രമിച്ചിരുന്നു. ആ ഒരു പരിശ്രമത്തിൽ ആദ്യം മന്നം ശങ്കർമാരെയൊക്കെ പുറത്താക്കാനുള്ളൊരു പരിശ്രമം കോൺഗ്രസ് നടത്തിയെങ്കിലും ഹിന്ദു ജാഗരണത്തിന് ശ്രമത്തിൽ ഇവർ വീണ്ടും ഉൾക്കൊണ്ടു. ആ ഉൾക്കൊണ്ട സമയത്ത് ഈ സാമുദായികമായ ഐക്യം എന്നുള്ളതിനേക്കാൾ കൂടുതൽ മന്നത്തിന് ശങ്കരൻ കുറച്ച് രാഷ്ട്രീയക്കാരും കൂടിയായിരുന്നു. അവരുടെ രാഷ്ട്രീയ അഭിലാഷങ്ങൾ പൂർത്തിയാക്കാൻ നൽകിയ അവർക്ക് പ്രത്യേകമായിട്ടുള്ള സീറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ട് ഹിന്ദു ജാഗരണത്തിൻ്റെ ആ ഒരു ഇതിൽ പല ഹിന്ദു നേതാക്കന്മാരും തോറ്റു. ആ സമയത്ത് ഈ തമ്മിലൊരു അവിശ്വാസം, നായരാണ് എഴുപതിനെ തോൽപ്പിച്ച് എഴുപതിനാണ് നായരെ തോൽപ്പിച്ച ഒരു അവിശ്വാസം ഈ ആൾക്കാരുടെ ഉണ്ടാക്കി. അങ്ങനെ ഹിന്ദു മഹാമണ്ഡലത്തെ തകർക്കാനായിട്ടുള്ള വളരെ കാര്യമായിട്ടുള്ള പരിശ്രമം കോൺഗ്രസ് ചെയ്തു. കോൺഗ്രസ് ആണ് ഈ ഹിന്ദു മണ്ഡലത്തെ തകർത്തെന്നുള്ള നിലക്കുള്ള ഹിന്ദു വികാരങ്ങളെ ഉപയോഗപ്പെടുത്താൻ ആ സമയത്ത് തെക്ക് ഭാഗത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രണ്ട് ഭാഗത്തുള്ള വളർച്ചയും, അതായത് ശബരിമല തീവച്ച് നശിപ്പിച്ച സമയത്ത് ഈ ഒരു അതിനെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്നുള്ള നിലയ്ക്കുള്ള പ്രചാരം കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും ഉണ്ടായത്. ഈ സമയത്ത് അതിനെ ഉപയോഗപ്പെടുത്താൻ അങ്ങനെ ശബരിമല ക്ഷേത്രം തീവച്ച് നശിപ്പിച്ച ആൾക്കാരെക്കുറിച്ച് അന്വേഷിച്ച് ഒരു കേശവൻ റിപ്പോർട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നു. അതിനെ അംഗീകരിക്കാതെ അതിനെ പൂഴ്ത്തിവെച്ചത് കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1956 ഇലക്ഷൻ പ്രഖ്യാപിച്ച സമയത്ത് അവർ വെച്ച അവരുടെ മാനിഫെസ്റ്റോയിൽ ഒരു പ്രധാനമായിട്ടുള്ള സംഗതി എന്താണെന്നറിയുമോ? ശബരിമല തീവച്ച് റിപ്പോർട്ട് ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാനിഫെസ്റ്റോയാണ് ശബരിമല ക്ഷേത്ര തീവെപ്പ് സംബന്ധിച്ചുള്ള റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. ഇപ്പോൾ ഹിന്ദു വികാരം ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പോൾ രണ്ട് സ്ഥലത്തും നിരാശരായ ഹിന്ദു സമുദായത്തിലെ ഒരു ശ്രദ്ധ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തു. അതിലവർ വിജയിച്ചു. അതുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ വളർച്ചയിൽ പ്രധാനമായിട്ടുള്ളൊരു സംഗതി ഈ നാട്ടിലെ ഹിന്ദു ജനങ്ങളുടെ വികാരമാണ്. അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയ ഹിന്ദു രാഷ്ട്രീയ പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയാണെന്ന് പറയാറുണ്ട്. അതിന് രണ്ടും സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി. കേരളത്തിലെയും ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. ഹിന്ദുക്കളുടെ ഇടയിൽ പലതരത്തിലുള്ള ജാതി വ്യത്യാസങ്ങളും ഉച്ചനീചത്വമൊക്കെ അതിനെ ഉപയോഗപ്പെടുത്താൻ അവർ തയ്യാറായി. ഇത് കേരളത്തിൻ്റെ അന്നത്തെ ഒരു പ്രത്യേക സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തെ ചൂഷണം ചെയ്തിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഒരു ഹിന്ദു പാർട്ടി എന്നുള്ള നിലയ്ക്ക് വന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കാനാണ്. പ്രത്യേകിച്ച് ഉത്തര ഭാരതത്തിലൊക്കെ സംഘടനാ ശക്തി വളർത്തിക്കുന്നതിൻ്റെ തരത്തിലൊരു കാര്യമുള്ളതുകൊണ്ട് തുടക്കം മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘത്തെ അവരുടെ ശത്രു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് മലബാർ ഭാഗത്തൊക്കെ ആദ്യകാലത്തെ സംഘത്തിൻ്റെയൊക്കെ പ്രവർത്തനമൊക്കെ നടക്കുന്ന സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി വിളിച്ചിരുന്ന മുദ്രാവാക്യം ഈ പരിപ്പി നാട്ടിൽ വേവുകില്ലമോനെ RSSകാരാണ്. നിങ്ങൾ ഉത്തരഭാരതത്തൊക്കെ നടക്കും, ഇത് കേരളമാണ്, കേരളത്തിൽ നടത്തില്ല. ഇതായിരുന്നു അവരുടെ മുദ്രാവാക്യം. അന്നുണ്ടല്ലേ മുദ്രാവാക്യം, ഇത് കേരളമാണെന്നുള്ള മുദ്രാവാക്യം. എന്ന് മാത്രമല്ല, നമ്മുടെ ശാഖ നടക്കുന്ന സ്ഥലത്ത്
രക്ഷിതാക്കന്മാരെ കണ്ട് കുട്ടികളെ ശാഖയിൽ അയക്കരുത് എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം നേരിട്ടല്ല. ഇതുകൂടാതെ സംഘസ്ഥാനിൽ എത്രമാത്രം കാരമുള്ളുകളൊക്കെ കൊണ്ടുവന്ന് വിതറുക. ഈ രീതിയിൽ സംഘത്തെ നേരിട്ട് എതിർത്തില്ലെങ്കിൽ ശരി, സംഘപ്രവർത്തനം വളരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം മലബാർ ഭാഗത്ത് വളരെ കാര്യമായിട്ട് അവർ ചെയ്തിരുന്നു. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചിട്ട് സംഘം വളർന്നു. ഈ വളർന്നു തുടങ്ങിയ സമയത്താണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ തനതായിട്ടുള്ള സ്വഭാവം, അവരുടേതായിട്ടുള്ള ശക്തി കേന്ദ്രങ്ങളിൽ ബാക്കിയുള്ള ആൾക്കാർ വളരാൻ സമ്മതിക്കില്ല, അവരുടെ പ്രവർത്തനം ആരംഭിക്കാൻ പോലും സമ്മതിക്കില്ല എന്നുള്ളൊരു സൈൻസ് പാർട്ടി ഗ്രാമങ്ങളിൽ വളർന്നു. പ്രത്യേകിച്ച് നമ്മുടെ 1970കളിലേക്ക് വരുമ്പോഴേക്കുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, മലബാർ ഭാഗത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തമായ എതിർപ്പുണ്ടാക്കാനുള്ളൊരു കാരണം, അവിടെ മറ്റേ മാംഗ്ലൂർ ഗണേഷ് ബിഡി എന്ന് പറഞ്ഞൊരു ഗണേഷ് ബിഡി കമ്പനിക്കാർ ധാരാളം നല്ല പോലെ കേരളത്തിൽ അവരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ധാരാളം മാർക്സിസ്റ്റ് തൊഴിലാളികളുണ്ടായിരുന്നു അതിൽ. അവർ തൊഴിലാളികൾ സാധാരണ ഒരുമിച്ചിരിക്കും, 10-9 പേരുണ്ടാവും. അവരെല്ലാവരും തൊഴുതുകൊണ്ടിരിക്കും. ദേശാഭിമാനി പത്രം വായിക്കും, അയാൾക്ക് ഒരു ദിവസം കൂലി കൊടുക്കും. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് യൂണിറ്റിൻ്റെ കേന്ദ്രങ്ങളായിരുന്നു ബീഡി കമ്പനികളെല്ലാം. അവരെല്ലാവരും കൂടി സമരം ചെയ്തിട്ട് മാംഗ്ലൂർ ദിനേശ് ബീഡി കമ്പനി നിർത്തിയിട്ട് അവർക്ക് പോകേണ്ടി വന്നു. ഇവിടുത്തെ എല്ലാ കമ്പനി നിർത്തി അവർ പോയി. ആ സമയത്ത് ഈ കമ്പനി ജോലി ചെയ്തിരുന്ന ധാരാളം തൊഴിലാളികളുണ്ട്. അവർക്ക് പൈസയില്ല, ജീവിതം വിഷമാണ്. നമ്മുടെ സ്വയം സേവലുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. അപ്പം നമ്മളെന്ത് ചെയ്തു? മലബാർ ഭാഗത്ത് ദുർഗ ട്രേഡിംഗ് കമ്പനി എന്ന ചില കമ്പനികളൊക്കെ തുടങ്ങിയിട്ട് ഈ മറ്റേ മംഗലാപുരത്ത് പോയിട്ട് ബീഡിയും ഇലയും അതിൻ്റെ ശുക്കയും കൊണ്ടുവരും. എന്നിട്ട് നമ്മുടെ തൊഴിലാളികൾക്ക്, നമ്മുടെ തൊഴിൽ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇത് കൊടുക്കും. അവർ വീടുകൾ പണിതിട്ട് നമ്മൾ ബീഡി കലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്ക് പട്ടിണിയില്ല, അവരുടെ പല ആൾക്കാരും പട്ടിണിയിലാണ്. അപ്പോൾ അവർ പലരും നമ്മുടെ കൂടെ വന്ന് തുടങ്ങി. അപ്പോൾ ശാഖ വളരുന്നു എന്ന് മാത്രമല്ല, അവരെ തൊഴിലാളി മേഖലയിലേക്കും നമ്മുടെ സംഘത്തിൻ്റെ സ്വാധീനം പോകുന്നുണ്ട്. അതാണ് കണ്ണൂർ ജില്ലയിൽ ശക്തമായി സംഘത്തിനെതിരായിട്ടുള്ള നടക്കാൻ കാരണം. നിങ്ങൾ കണ്ട 1969 എൻ്റെ ഓർമ്മ, പിണറായി വിജയൻ പ്രതിയായിട്ടുള്ള നമ്മുടെ വാടിക്കൽ രാമകൃഷ്ണൻ വീട് തൊഴിലാളിയൊന്നുമില്ല, അയാൾ സംഘത്തിൻ്റെ ഒരു പ്രവർത്തകനാണ്. അവിടുത്തെ സജീവ പ്രവർത്തകനെ കൊന്നതിൽ വിജയനടക്കം വിളി. ഈ തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയം അവിടെ ആരംഭിച്ചു. ഇതേപോലെ നമ്മുടെ കേരളത്തിൽ തെക്ക് ഭാഗത്ത് ഈ ആലുവ ജില്ലയിൽ സംഘപ്രവർത്തനം സാമാന്യം നല്ല ശക്തിയായിട്ട് വളരുന്നു. പറവൂരിലെ കൈതാരം എന്നുള്ള സ്ഥലത്ത് നമ്മുടെ സംഘത്തിൻ്റെ ശാഖ തുടങ്ങി. കൈതാരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളരെ ശക്തമായിട്ടുള്ള കേന്ദ്രമാണ്. അവിടെ നമ്മുടെ സ്വയം സേവയുടെ നേരെ ആക്രമണം നടന്നു. ഇപ്പോൾ വെളിയത്ത് നടന്ന ചന്ദ്രൻ എന്നുള്ള നമ്മുടെ സംഘത്തിൻ്റെ കാര്യകർത്താവ്, നല്ല മീശയൊക്കെ ആയിട്ട്, അയാളെ കണ്ടാൽ എല്ലാ സ്ഥലത്തും അയാളെക്കുറിച്ചുള്ളൊരു പേടിയും ആദരവും ഉണ്ടാകുന്ന ആളാണ്. അയാൾ നമ്മുടെ സംഘത്തിൻ്റെ പെടുന്ന, അയാൾ കാണാനായിട്ട് അവിടെ അന്വേഷിക്കാൻ പോയി. അവിടെ വെച്ച് പതിയിരുന്ന് ഈ വെളിയത്നാട് ചന്ദ്രനെ അവർ കൊല ചെയ്തു. അപ്പോൾ കണ്ണൂർ മാത്രമല്ല, ഈ ആലുവയിലും ആ സമയത്ത് പ്രശ്നമുണ്ടായി. ഈ തരത്തിലുള്ള കൊലപാതക രാഷ്ട്രീയം അവർ ആരംഭിച്ചു. സ്വാഭാവിക സംഘത്തിൻ്റെ സ്വയംസേവർ അതിനെ അതിജീവിച്ചുകൊണ്ട് സംഘം വളരാൻ തയ്യാറായി. പ്രത്യേകിച്ച് കേരള വ്യാപകമായിട്ട് ശക്തമായിട്ടൊരു ആക്രമണം ഉണ്ടാകാൻ കാരണം, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നമ്മുടെ സംഘത്തിൻ്റെ സ്വയംസേവകർ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടനെ അവിടെ ചില പിണറായി വിജയനൊക്കെ അറസ്റ്റ് ചെയ്ത് ആക്കിയെങ്കിലും പിന്നീട് അടി കിട്ടുന്ന കിടന്ന സമയത്ത് അവർ കംപ്ലീറ്റ് ആയിട്ട് നിശബ്ദമായി. സംഘത്തിൻ്റെ സ്വയംസേവകർ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള പ്രചരണം, ലഘുലേഖ വിതരണം, ജനങ്ങളിൽ സമ്പർക്കം, പിന്നെ സംഘത്തിൻ്റെ സ്വയംസേവ നടത്തിയ സത്യാഗ്രഹം, ഈ കാര്യങ്ങളിൽ കൂടിയിട്ട് യഥാർത്ഥത്തിൽ നാടിൻ്റെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മുടെ സംഘത്തിൻ്റെ സ്വയംസേവർ നാടിൻ്റെ രക്ഷയ്ക്കും ജനാധിപത്യ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പോരാട്ടം, അത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഒരു സാഹസികമായ സ്വയംസേവ പ്രവർത്തനം, അത് ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വാധീനം ഉണ്ടാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിശബ്ദത, അവരുടെ നിഷ്ക്രിയത എന്ന് മാത്രമല്ല, അവരുടെ സ്വതസിദ്ധമായ അവരുടെ ഈ ഏകാധിപത്യ പ്രവണത, ഇതെല്ലാം തന്നെ ജനങ്ങളുടെ ഇടയിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കി. നമുക്ക് ധാരാളം ഈ ഗ്രാമങ്ങളിലേക്ക് സ്വാധീനം കിട്ടി. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ അനവധി നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു,
അവിടെ ഗംഭീരമുള്ള സത്യാഗ്രഹം നടത്തിയ സമയത്ത് പോലീസ് വളരെ ക്രൂരമായിട്ട് അവരെ അടിച്ചമർത്താൻ തയ്യാറായി. ജനങ്ങളിത് മുഴുവൻ കണ്ടു നിൽക്കുന്നു. പിറ്റേ ഒരു അടിപിടിയും ഇത്രയധികം ക്രൂരമായിട്ട് മർദ്ദനം നടത്തിയ ശേഷം വേറെ ആരും അവിടെ സമരം നടത്താൻ തയ്യാറാവില്ല എന്നാണ് ധൈര്യപ്പെട്ടത്. പക്ഷെ അടുത്ത ബാച്ച് അവിടെ പോകുന്നു. എന്നിട്ട് ഈ ഒരു ശരിക്കും അവിടുത്തെ നമ്മൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരിൽ ചില ആൾക്കാരെ ബന്ധമുള്ള ആളാണ് നമ്മുടെ സംഘത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആൾക്കാർ. അവർ പോയി പറഞ്ഞു, ഞാൻ ഇതാ വരുന്നുണ്ട്, നീ അടിക്കാനായിട്ട് തയ്യാറായിട്ട് വന്നുള്ളൂ, നിങ്ങൾ എല്ലാ ആൾക്കാരും തയ്യാറായിക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലുള്ള സ്വയം സേവന ധീര സാഹസിക എന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വാധീനമായി. കണ്ണൂർ ജില്ലയിലെ ഈ പാർട്ടി ഗ്രാമങ്ങളിൽ നമ്മുടെ കോളേജുകളിൽ ധാരാളം റെഗുലറായിട്ട് സ്വയം സേവന മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ അനവധി വിദ്യാർത്ഥികൾ അവർ പരിപാടി പങ്കെടുക്കും. അവർ കമ്മ്യൂണിസ്റ്റ് ഗ്രാമങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്. അവരവിടെയും സംഘത്തിൻ്റെ ശാഖകൾ തുടങ്ങി. അങ്ങനെയാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പാനുണ്ട എന്നുള്ള സ്ഥലത്ത് ചന്ദ്രൻ, അയാൾ കോളേജ് വിദ്യാർത്ഥികളുടെ പരിപാടിയിൽ വന്നിട്ടുള്ള ആളാണ്, ബ്രണ്ണൻ കോളേജിൽ. അയാൾ അവിടെ ശാഖ തുടങ്ങി. അയാളുടെ അച്ഛൻ അവിടുത്തെ കല്ലുവെട്ടി തൊഴിലാളി യൂണിയനാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ. ഇവർ അച്ഛൻ മുഖേന മകൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. നേരെ പറഞ്ഞാൽ അവൻ സ്വതന്ത്രനാണ്, അവൻ വിദ്യാർത്ഥിയാണ്, അവനും വിവരമൊക്കെ ഉണ്ട്, അവന് ഇഷ്ടപ്പെട്ടവൻ ചെയ്യും, ഞാനിങ്ങനെ അയാളെ തടയാം. ആ ഒരു കാരണം കൊണ്ട് ഈ പാനുള്ള ചന്ദനെ ശാഖ നടത്തിക്കൊണ്ടിരിക്കുന്നതോടെ ശാഖയിൽ കയറി ആക്രമിച്ചു സ്വന്തം പാർട്ടി തൊഴിലാളിയുടെ നേതാവ് മകനെ. ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇതുപോലെ കേരളത്തിലും മറ്റും പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെല്ലാം. ഞാൻ ആലപ്പുഴ ജില്ലയിലുള്ള സമയത്ത് സംഘത്തിന് എതിരായിട്ടുള്ളൊരു പ്രവർത്തനമില്ലെങ്കിലും പലപ്പോഴും കോളേജ് വിദ്യാർത്ഥികളുടെ പരിപാടി നടക്കുമ്പോൾ ആ കോളേജ് വിദ്യാർത്ഥികളെ തടയാനും പരിശ്രമിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അടിപിടിയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി വിട്ട് CPI അവർ കോൺഗ്രസിൻ്റെ കൂടെ ചേർന്നു. ആ സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി RSനെതിരായിട്ട് മാത്രമല്ല, അവർ CPIക്ക് എതിരായിട്ട് ഗംഭീരമായിരുന്നു. ആ സമയത്ത് അവർ വിളിച്ചൊരു മുദ്രാവാക്യം അച്യുത മേനോൻ്റെ അച്ഛനാര IAA എന്നായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടി വിട്ടിട്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് അവർ കോൺഗ്രസിന് കൂടെ പോയി. ആ സമയത്ത് മുഹമ്മദ് കോയയ്ക്ക് അദ്ദേഹത്തെ വിളിച്ചു, എന്താണ് കോഴിക്കോടൻ കോയായെ നിനക്ക് വാപ്പ രണ്ടുണ്ടോ? ഇതായിരുന്നു മാർക്സിസ്റ്റായിട്ട് സമീപനം. അതുകൊണ്ട് മറ്റേ ആലപ്പുഴയിൽ കളർകോടിനടുത്തായിട്ട് പറവൂർ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ സ്ഥലത്ത് നമുക്ക് അനുഭവം മാർക്സിസ്റ്റ് പാർട്ടി CPI പ്രവർത്തനമായിട്ടുള്ളൊരു ചെത്തു തൊഴിലാളിയുടെ ആളെ അടിച്ചു കൊന്നു. അയാൾ വലതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലയ്ക്ക് അയാളുടെ വലത് ചെവി മുറിച്ചു, വലത് കൈ അടിച്ച് മുറിച്ചു, വലത് കാല് തല്ലി തകർത്തു, തൊഴിലിട്ട് പോയി. അപ്പം ഈ രീതിയിലുള്ളൊരു സമീപനമാണ് മാർക്സിസ്റ്റ് പാർട്ടി എടുക്കുന്നത്. ഇത് നമ്മുടെ സംഘത്തിനെതിരായിട്ട് അവർ ഉപയോഗിച്ചു. അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷം ഇവിടെ ബാക്കി എല്ലാ സ്ഥലത്തും കോൺഗ്രസ് പരാജയപ്പെട്ട സമയത്ത് ഇവിടെ കേരളത്തിൽ അച്ഛൻ ഗവൺമെൻറ് ജയിച്ചു. അതിന് കാരണം അവർ കണ്ടത് RSSൻ്റെ പ്രവർത്തനമാണ്. കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തെക്കാൾ കൂടുതൽ സംഘത്തിൻ്റെ പ്രവർത്തനം കാരണം ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് നടത്തിയ അടിയന്തരാവസ്ഥയ്ക്ക് എതിരുള്ള അക്രമത്തിനേക്കാൾ കൂടുതൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമം, അവരുടെ ഏകാധിപത്യം, അവരുടെ ഭരണം, ഇത് ജനങ്ങളുടെ കൂടെ അസ്വസ്ഥ ഉണ്ടാക്കി. അതുകൊണ്ട് ഈ അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള ഒരു ശക്തിയായിട്ട് നോക്കിയാൽ ദേശീയ ശക്തികൾക്ക് വലിയ സ്വാധീനം ഉണ്ടായില്ല. അവരെ എതിർക്കും വേണം. അതുകൊണ്ട് നെഗറ്റീവ് വോട്ട് നിലക്ക് കോൺഗ്രസ്സിന് വമ്പിച്ച വിജയം ഉണ്ടായത് ഈ കാരണം കൊണ്ടാണ്. അതുകൊണ്ട് RSSനെ തകർക്കണം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് കേരള വ്യാപകമായിട്ട് അവർ വർഗീയതാ വിരുദ്ധ പ്രചരണം എന്നുള്ളൊരു പരിപാടി നടത്തി. ഗ്രാമങ്ങളിൽ പൊതുയോഗങ്ങൾ നടത്തിയിട്ട് RSSനെതിരെ അന്തരീക്ഷം ഉണ്ടാക്കുക. RSSനെതിരായിട്ടുള്ള ഐഡിയോളജിക്കൽ ഇതിനേക്കാൾ കൂടുതൽ RSSനെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലണം പോലെ തല്ലിക്കൊല്ലണം എന്നുള്ള പ്രസംഗങ്ങളായിരുന്നു കേരള വ്യാപകമായിട്ട് നടത്തിയത്. സ്വാഭാവികമായിട്ട് അണികൾ അവരുടെ അത് നടന്നു. ആ തരത്തിലുള്ളൊരു അക്രമമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നത്. ഒരു നേതൃത്വത്തിന്റെ ആഹ്വാനം നടപ്പിലാക്കുകയാണ് ചെയ്ത അണികൾ എല്ലാ സ്ഥലങ്ങളിലും അല്ലേ? ഇപ്പോൾ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കുന്നത്, അങ്ങനെയുള്ളൊരു നേതൃത്വം പറഞ്ഞാൽ എല്ലാം മറന്നു പോകാനുള്ള അണികൾ അവർക്ക് കിട്ടാത്തതുകൊണ്ട് തൽക്കാലം ശാന്തമായിട്ടിരിക്കുകയാണ്, നടക്കുന്നില്ല. ഇപ്പം കേരളത്തിൽ തന്നെ ഈ നമുക്ക് സംഘത്തിൻ്റെ നേരെയൊക്കെ വലിയൊരു കൊലപാതകമൊക്കെ ആയിരുന്നു മാറാട് കലാപം. അപ്പോൾ ഈ മാറാട് കലാപം നമ്മുടെ അടുത്ത കാലത്ത് തന്നെ നമ്മളുടെ ജനശ്രദ്ധയിൽ വന്നിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്? ശരിക്കും നമ്മൾ നോക്കുന്ന സമയത്ത് കേരളത്തിലെ മലപ്പുറം ഏരിയയിലെ കടലോരങ്ങൾ,
അത് മുഴുവൻ ഹിന്ദുക്കളായിരുന്നു. ആസൂത്രിതമായിട്ടുള്ള മുസ്ലിം ആക്രമണത്തിൻ്റെ ഫലമായിട്ട് ജീവിക്കാൻ നിവൃത്തിയില്ല. അത് പൊന്നാനി മുതൽ കോഴിക്കോട് കടപ്പുറം വരെയുള്ള ഹോൾ ഏരിയയിൽ അപൂർവം തിരൂർ താനൂർ ഭാഗത്ത് വെച്ച് ബാക്കി എല്ലാ ഭാഗത്തുനിന്നും ഹിന്ദുക്കൾ ജീവനും കൊണ്ട് അവർ ഓടി വന്നതാണ്. കോഴിക്കോടൊക്കെ വന്ന് താമസിച്ചിട്ടാണ്. പക്ഷേ ബേപ്പൂര് മാറാട്, വെള്ളയിൽ ഈ പ്രദേശങ്ങളിൽ മുഴുവൻ നേരത്തെ തന്നെ സംഘപ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് വെള്ളയിലും ഈ ബേപ്പൂരിലും മാറാട് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വളരെ ശക്തമായിട്ടുള്ള ഹിന്ദു ശാഖകളുണ്ട്. ഹിന്ദു ജാഗരണമുണ്ട് അവിടെ. ഹിന്ദു ഗ്രാമങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ മാറാട് പല സന്ദർഭത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നു. ഈ ഒരു മാറാട് ശരിക്കുള്ള കലാപം ആരംഭിക്കുന്നതിന് മുമ്പ്, കലാപമല്ല, മാറാട് കൂട്ടക്കൊല എന്ന് പറയുന്നത്. കലാപം രണ്ട് ഭാഗത്തും നടക്കുന്നില്ല. ആ കൂട്ടക്കൊലക്ക് ഒരു വർഷം മുമ്പ് ഒരു വർഗീയ കലാപം അവിടെ നടന്നു. ആ കലാപത്തിൽ ഹിന്ദുക്കൾ നേരിട്ട ഒരു മുസ്ലിം മരിച്ചു. അപ്പോൾ അവിടുന്നും മലബാറിലെ ഈ ബേപ്പൂർ മുതലുള്ള വടക്ക് ഭാഗത്തു നിന്നും ഹിന്ദു സമൂഹത്തെ അവിടുന്ന് ഒഴിവാക്കണം എന്നുള്ള ആസൂത്രണത്തിൻ്റെ ഫലമായിട്ടാണ് പ്ലാൻ ചെയ്ത് അവർ ആ ഒരു നമ്മുടെ OTC നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ്, മെയ് മാസം 2-ാം തീയതി എന്നാണ് എൻ്റെ ഓർമ്മ, അവർ ആക്രമിക്കുക വെച്ചാൽ യാതൊരു ചിന്തയില്ലാതെ കടലിൽ പോയി ജോലി കഴിഞ്ഞ് മണപ്പുറത്തൊക്കെ ഇരിക്കുന്നതായിട്ടുള്ള ഹിന്ദുക്കൾ അവർ കാറ്റുകൊള്ളാനിരിക്കും, ചിലപ്പോൾ വല ശരിയാക്കാനിരിക്കും. ആസൂത്രിതമായ ഒരു ആക്രമം, ഒരു 5-6 സ്വയംസേവകർ അവർ ഹിന്ദുക്കളെ കൊല ചെയ്തത് മാത്രമല്ല, അത് മുഴുവൻ ആസൂത്രണം നടത്തിയത് അവിടുത്തെ പള്ളിയിൽ നിന്നായിരുന്നു. ആയുധങ്ങൾ ശേഖരിച്ചിട്ടാണ് രാത്രി നടത്തിയത് ആക്രമണം. ഈ ആക്രമണം നടത്തി കഴിഞ്ഞാൽ അവരുടെ പേടി അവിടുന്ന് എല്ലാവരും ഹിന്ദുക്കൾ ഓടിപ്പോകുന്നതായിരുന്നു. പക്ഷേ നമ്മുടെ സംഘം അവരുടെ പുറകിലുണ്ട്. അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള നിലയ്ക്ക് ആ മാറാട് ഒരു പക്ഷേ നമ്മുടെ ആ ഏരിയയിലെ ജനങ്ങളുടെ ഇടയിൽ വികാരം വന്നാൽ അത് കേരള വ്യാപകമായിട്ട് ഒരു വർഗീയ കലാപമായിട്ട് മാറുമായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മുടെ സംഘത്തിൻ്റെ കാര്യകർത്താക്കന്മാരുടെ ഉള്ളിൽ ഇത് ഈ ഒരു വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ സമീപനം, വർഗീയതയ്ക്ക് അനുകൂലമായിട്ടുള്ള ഗവൺമെൻറ് നിലപാട് ഹിന്ദു സമുദായത്തിനെതിരെയുള്ള ഇതിനെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ ഉണർവുണ്ടാക്കാനുള്ള ഒരു സന്ദർഭം, പ്രത്യേകിച്ച് നമ്മുടെ വിശാല ഹിന്ദു സമ്മേളന ശേഷം ഹിന്ദു ഉണർവ്, ഹിന്ദു മുന്നണിയുടെ കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ നിശ്ചയിച്ചു അത് ശക്തമായിട്ട് ഒരു ജനകീയ ജാഗരണത്തിലൂടെ നേരിടാനായിട്ട്. അതുകൊണ്ട് മുഴുവൻ കേരളത്തിലെ ഹിന്ദു സമാജത്തിലെ മുതിർന്ന നേതാക്കന്മാർ ഒരുമിച്ച് ഈ സമ്മേളനം നമ്മൾ കോഴിക്കോട് നടത്തി. 2 മലബാർ ഭാഗത്തുമുള്ള ഈ കടലോര പ്രദേശത്തുള്ള ധീവര സഭയുണ്ടല്ലോ, അവിടുത്തെ അരയ സഭ എന്നാണ് പറയുന്നത്, അവരെ മുഴുവൻ വിളിച്ചു കൂട്ടുകൊണ്ട് ചിദാനന്ദപുരി സ്വാമിജി ആ തരത്തിൽ കാര്യങ്ങൾ നടത്തി. നമ്മൾ ശക്തമായിട്ട് നേരിടണം. അതുകൊണ്ട് ഹിന്ദു ജാഗരണം വന്നു. ഈ സമയത്ത് നമുക്ക് ഭരണകൂടത്തിൽ ആൾക്കാരെ കാണാൻ സാധിക്കുന്നത് കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ് എന്നുള്ള എല്ലാ വ്യത്യാസം മറന്നുകൊണ്ട് പിണറായി വിജയൻ, അതേപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി അവിടെ വന്നു. പിണറായി വിജയൻ, കുഞ്ഞാലിക്കുട്ടി, നമ്മുടെ കെ മുരളീധരൻ, ഇവരെല്ലാവരും 3 ഒരുമിച്ച് കൂടുതലും അവിടെ ഒരു പരിപാടി നടത്തി. മാനഞ്ചിറ മൈതാനത്ത്, മുതലക്കുളം മൈതാനത്ത്. അവരുടെ ആവശ്യം എന്താണെന്നറിയാമോ? ഇവിടെ ആക്രമിക്കാനുള്ള അക്രമികളെ തലേ ദിവസം സ്വന്തം വീട്ടിൽ താമസിപ്പിച്ച് അവർക്ക് ആഹാരം കൊടുത്ത്, സ്വന്തം വീട്ടുകാർ, ഇവരെ ഉപ്പും മുളകൊക്കെ അന്യോന്യം വാങ്ങിക്കുന്ന വീട്ടുകാരാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഉള്ള കൊലയാളികൾക്ക് ഈ വീട്ടിൽ സ്ഥലം കൊടുത്തവരാണ്. ഈ കൊലപാതകം കഴിഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവരുടെ നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഇവരെല്ലാവരും വീട് വിട്ടുപോയി. അപ്പോൾ ഈ 3 പേരും കൂടിയിട്ട് സമ്മേളനം നടത്തുന്നത് വീട് പോയിട്ടുള്ള ആൾക്കാരെ തിരിച്ചു കൊണ്ടുവന്ന് താമസിപ്പിക്കണം എന്ന് പറയാണ്. ശരി. അപ്പോൾ അവിടുത്തെ ഹിന്ദുക്കൾ പറഞ്ഞു, ഞങ്ങളിവിടെ സമ്മതിക്കില്ല, നിങ്ങളെ ആരും കൊണ്ടാലും ശരി. അതുകൊണ്ട് ഇന്നും അവർ വന്നില്ല. സാധാരണ നിലയ്ക്ക് ഇതുപോലെ സംഭവിച്ചാൽ ഹിന്ദുക്കൾ ഓടിപ്പോകുന്നതിന് പകരം മുസ്ലിം സമൂഹം അവിടുന്ന് പോയി എന്ന് മാത്രമല്ല, പിന്നെ അവർ ഞങ്ങൾ എങ്ങനെയെങ്കിലും ബിറ്റിങ്ങൾക്ക് പൈസ ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അനവധി സ്ഥലങ്ങൾ നമ്മുടെ ഹിന്ദുക്കളോട് വാങ്ങിച്ച് ഇന്ന് ആ പ്രദേശം സുരക്ഷിതമായിട്ട് നിന്നു. അതുകൊണ്ട് മലബാർ ഭാഗത്തിലെ മലപ്പുറം ജില്ലയുടെ ഏരിയയിൽ നടന്ന കാര്യം പോലെ നമ്മുടെ ഈ വിഭാഗത്തിനുള്ള ആൾക്കാരെ ഓടിക്കാനുള്ള പരിശ്രമത്തിൽ അവർ ദയനീയമായിട്ട് പരാജയപ്പെട്ടു. കൂടുതൽ ഹിന്ദു സമുദായം സ്ട്രോങ് ആയിട്ട് നേരിടാൻ തയ്യാറായി. മാറാടിൻ്റെ പിന്നിലുള്ള ചരിത്രം ഇതാണ്. അതിനുശേഷം പിന്നെ കേരളത്തിൽ ഹിന്ദുവിനെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമം അധികം നടന്നിട്ടില്ല എന്നാണ് കാണാൻ വേണ്ടിയിട്ടല്ലേ?
ഇതിന് നേരെ കൈ ഉയർത്താനൊന്നും മടിക്കും എന്നുള്ള പ്രത്യേകിച്ച് കടലോരങ്ങളിൽ പിള്ളേരങ്ങളിൽ. ഇത്രയും സ്ട്രോങ് ആയിട്ട് ഹിന്ദു സമാജം നിൽക്കാൻ തയ്യാറായി. നമുക്ക് ഒരു കാര്യം വിഷമിക്കേണ്ടി വന്നു, ആ സ്ഥലത്തുള്ള ആൾക്കാരുടെ വികാരം എന്തിനും തയ്യാറുള്ള സമയത്ത് അവരെ സംഘത്തിൻ്റെ അനുശാസനബദ്ധരായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഗംഭീരമായിട്ടുള്ള പല പരിപാടികൾ നടത്തലും അവിടെ അവരുടെ ശവശരീരം സംസ്കരിക്കാനായിട്ട് പോകുന്ന സമയത്ത് വലിയൊരു ജനക്കൂട്ടമാണ് അവിടെ പോയത്. അപ്പോൾ ഗവൺമെൻറ് വിചാരിച്ചു ഇവർ അവിടെ പോയി ഞാൻ വെറുതെ വല്ല നടക്കുന്നു, അതുകൊണ്ട് ശവം കൊണ്ടുപോയി സംസ്കരിക്കാം, പക്ഷേ ജനക്കൂട്ടം അങ്ങോട്ട് പോകരുതെന്ന് തടഞ്ഞു. അവരെല്ലാവരും പറഞ്ഞു, സംഘത്തിൻ്റെ നേതൃത്വം പറഞ്ഞു, എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക, നമുക്ക് പോകാൻ അനുവാദം ഉണ്ടെങ്കിൽ മാത്രം ശവം കൊണ്ടും അല്ലെങ്കിൽ ഒരു ശവം വിഷയം നമ്മുടെ അവിടെ തന്നെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ആ അനുശാസനബദ്ധമായ രീതിയിൽ സമൂഹത്തെ പ്രവർത്തിപ്പിക്കാനുള്ള തയ്യാറാക്കാൻ നമ്മുടെ സംഘത്തിന് ആ സമയത്ത് സാധിച്ചു. അവിടെ ഈ കന്യാകുമാരിയിൽ വിവേകാനന്ദ സ്മാരകം നിർമ്മിക്കുന്ന ഒരു സമയത്ത് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾപ്പെടെ ആളുകൾ അവിടെ ഉണ്ടായ ചില സംഘർഷത്തിൽ അവിടെ ആ സ്മാരകം നിർമ്മിക്കാനുള്ള ഒരു സംരക്ഷണം ഒരുക്കാനൊക്കെ പോയിട്ടുള്ളത്. കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരക നിർമ്മാണത്തിൻ്റെ ചരിത്രമുണ്ട്. വിവേകാനന്ദൻ്റെ 3 ദിവസത്തെ തപസ് അവിടെ ഉണ്ടാകും. ആ സമയത്താണ് അദ്ദേഹത്തിന് വിദേശത്ത് പോകാനുള്ള പ്രേരണയും കാര്യങ്ങളും ഉണ്ടായത്. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമിജിയുടെ വാർഷികം അദ്ദേഹത്തിൻ്റെ 100ാമത് വർഷം ആ സമയത്ത് നമ്മൾ ചിന്തിച്ചു, അദ്ദേഹത്തിന് ഈ ഒരു പ്രേരണയുടെ നിലയ്ക്ക് കന്യാകുമാരിയിൽ അദ്ദേഹത്തിൻ്റെ അതിഗംഭീരമായിട്ട് സ്മാരകം വരണം. അതിന് വേണ്ടിയിട്ട് തമിഴ്നാട്ടിലെ ആൾക്കാർ, നമ്മുടെ അന്നത്തെ പ്രാന്ത പ്രചാരക്കുണ്ടായിരുന്നു, അവർ കൂടിയിട്ട് സ്മാരകം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഗവൺമെൻറ്റിനെ സമീപിച്ചു, ഗവൺമെൻറ്റിൻ്റെ അനുവാദം കിട്ടി. ആദ്യത്തെ പ്ലാൻ അവിടെ വിവേകാനന്ദൻ്റെ ഒരു സ്റ്റാച്യു, കരയിൽ നിന്ന് അങ്ങോട്ട് പോകാനുള്ള ഒരു പാലം, എല്ലാം കൂടി 6 ലക്ഷം രൂപയുടെ പ്ലാനായിരുന്നു. അങ്ങനെ വിവേകാനന്ദ സ്മാരകം അവിടെ പോകണം, അതിന് വേണ്ടിയൊക്കെ നിശ്ചയിച്ച് തയ്യാറായിട്ടുള്ള സമയത്താണ് അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ അവിടുത്തെ പാതി പിടിച്ചു കൂട്ടിയിട്ട്, നിങ്ങൾ അവിടെ ഒരു സ്മാരകം വിവേകാനന്ദന് വരാൻ പോകുന്നു, അവിടെ കുരിശ് സെൻറ്റ് സേവിയറുടെ സ്ഥലമാണത്, അവിടെ കുരിശ് ഉണ്ടാകണം, സെൻറ്റ് സേവിയറുടെ സ്മാരകം ഉണ്ടാകണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മീൻ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ മതം മാറപ്പെട്ട ക്രിസ്ത്യാനികളാണ്, അവരെ കൊണ്ട് അവിടെ ഒരു കുരിശ് എപ്പിച്ചു. ആ കുരിശ് വെച്ച് കഴിഞ്ഞ ശേഷം ഗവൺമെൻറ് നിലപാട് മാറി. ആ കുരിശ് മറ്റൊരു സ്മാരകം വരാൻ തയ്യാറായാൽ സംഘർഷം ഉണ്ടാകും, അതുകൊണ്ട് വിവേകാനന്ദ സ്മാരകത്തിന് അനുവാദമില്ല. സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാൻഡും അങ്ങനെ ആയിപ്പോയി. അന്ന് കേന്ദ്രത്തിൻ്റെ ഈ ഒരു സാംസ്കാരിക വകുപ്പ് മന്ത്രി ഹുമയൂൺ കബീർ അദ്ദേഹം പറഞ്ഞത് കന്യാകുമാരിയിൽ ഒരു സ്മാരകവും വരാൻ സമ്മതിക്കില്ല, അവിടെ എന്തെങ്കിലും സ്മാരകം വന്നാൽ പ്രകൃതി ഭംഗി നഷ്ടപ്പെടും എന്നിട്ട് ഗവൺമെൻറ് സ്റ്റാൻഡ് എടുത്തു. ഈ സമയത്ത് അവിടെ സ്മാരകം നിർമ്മിക്കാനുള്ള സംസ്ഥാന ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും എതിരാണ്. എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ കമ്മിറ്റിക്കാരെല്ലാവരും കൊണ്ടിട്ട് നമ്മുടെ പൂജനെ ഗുരുജി വന്ന് കണ്ടിട്ട് അവിടെ സ്മാരകം നിർമ്മിക്കാൻ എന്തെങ്കിലും സഹായം ചെയ്യണം. അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്തു, നമ്മുടെ ഏകനാഥ് റാൻഡെ നമ്മുടെ സംഘത്തിൻ്റെ സർക്കാർ വിഭാഗമായിരുന്നു നേരത്തെ. അദ്ദേഹം പിന്നീട് കുറച്ചും കൂടി ഈ വിവേകാനന്ദ സാഹിത്യം പഠിച്ചിട്ട് വിവേകാനന്ദ ശതാബ്ദി ആഘോഷം വരുമ്പോൾ ആ ആശയം ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകം തയ്യാറാക്കണമെന്നാണ് അദ്ദേഹം കൽക്കത്തയിൽ പോയിട്ടുള്ള സമയമായിരുന്നു. അദ്ദേഹത്തെ ഈ ചുമതല ഏൽപ്പിച്ചു. ആ സമയത്ത് സർക്കാർ വിഭാഗം അല്ല, ആ സമയത്ത് സർക്കാർ വിഭാഗം ആയിരുന്ന ആളാണ്. അപ്പോൾ സർക്കാർ വിഭാഗം അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ ഇൻട്രസ്റ്റ് ആയ കാരണം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അങ്ങനെ ഏകനാഥ്ജി കാര്യം ഏറ്റെടുക്കാൻ തയ്യാറായി. അത് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ പരിശ്രമം അവിടെ ഏതെങ്കിലും ചെയ്യലല്ല, ഈ ആദ്യം ഗവൺമെൻറ്റിൻ്റെ എതിർപ്പ് മാറണം. അപ്പോൾ മദ്രാസ് ഗവൺമെൻറ്റിലെ അന്നത്തെ ഭക്തവത്സലത്തിന് നല്ല സ്വാധീനമുള്ളതാണ് ശങ്കരാചാര്യ സ്വാമിജി, കാഞ്ചി ശങ്കരാചാര്യ സ്വാമിജി. അദ്ദേഹത്തെ പോയി കണ്ട് മദ്രാസ് ഗവൺമെൻറ്റിൽ നിന്നുള്ള എതിർപ്പ് ഇല്ലാതാക്കാൻ പരിശ്രമിക്കണം. ഇവിടുന്ന് അനുവാദം പക്ഷെ കിട്ടില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എതിർപ്പുണ്ട്. അത് കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് വിരോധമില്ലാതായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് അനുവാദം കിട്ടണം. ഗവൺമെൻറ് രാഷ്ട്രീയമായിട്ടുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ വിഷമമുണ്ടാകും. അതുകൊണ്ട് ഏകനാഥ്ജി നമ്മുടെ സാമർഥ്യത്തോടുകൂടി ആദ്യമേ തന്നെ പോയി കണ്ടത് ജ്യോതി ബസുവിനെയാണ്, പശ്ചിമ ബംഗാൾ. ബംഗാളിലെ ആളാണ് സ്വാമി വിവേകാനന്ദൻ. അതെ. അപ്പോൾ വിവേകാനന്ദൻ്റെ ഒരു സ്മാരകം ബംഗാളിൻ്റെയും കൂടി അഭിമാനമാണ് എന്നുള്ള നിലയ്ക്കുണ്ട്. ഇപ്പോൾ ജ്യോതി ബസുവിനേക്കാൾ ജ്യോതി ബസുവിൻ്റെ ഭാര്യയ്ക്കാണ് വളരെ താല്പര്യം തോന്നിയത്. അദ്ദേഹം അവർ പറഞ്ഞു വളരെ ശക്തമായിട്ടുള്ള നിലയ്ക്ക് എടുത്തു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഭാവിയിൽ വരാൻ പോകുന്നൊരു ഇതിന് ഒരു ചെറിയ തടയിട്ടു. സെൻട്രൽ ഗവൺമെൻറ്റിൽ നേരെ ഗവൺമെൻറ്റിനെ സമീപിക്കുന്നതിന് പകരം കോൺഗ്രസിൻ്റെ ആൾക്കാരെ അദ്ദേഹം ചോദിച്ചു.
MS ആനെ എന്നുള്ള പ്രായമായിട്ടുള്ള കോൺഗ്രസിൻ്റെ ലീഡറുണ്ട്. അദ്ദേഹത്തെ പോയി കണ്ട് അദ്ദേഹം മുഖേന ഈ എല്ലാ കോൺഗ്രസിൻ്റെയും മറ്റു വിവിധ MP നിന്നിട്ട് ആ MP-മാരുടെ 200ഓളം MP-മാരുടെ ഒപ്പ് ശേഖരിച്ചിട്ട് ആ ഒപ്പുമായിട്ടാണ് പ്രധാനമന്ത്രിയെ കാണാൻ പോയത്. ആ സമയത്ത് ഇത്രയും MP ഒപ്പിച്ചിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിലെ ആൾക്കാർക്ക് നിവൃത്തിയില്ല. അതുകൊണ്ട് അവസാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് മാറി. സെൻട്രൽ ഗവൺമെൻറ് അനുകൂലമായി നടന്നുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടായി. പക്ഷേ പ്രശ്നം അവിടെ കുരിശുണ്ട്. കുരിശിപ്പോഴിരിക്കുകയാണ്. ആ കുരിശ് മാറിയില്ലെങ്കിൽ അവിടെ നിർമ്മിക്കാൻ സാധിക്കില്ല. അപ്പോൾ കുരിശ് മാറ്റാൻ ഔദ്യോഗികമായിട്ട് സർക്കാർ തയ്യാറാവില്ല. പിന്നെ വേറെ എന്തെങ്കിലും നല്ല പരിശ്രമം ചെയ്യാൻ സംഘർഷം ഉണ്ടാകും. അപ്പോൾ ഏകനാജി നമ്മുടെ കേരളത്തിലാണ് കടലുമായിട്ട് ബന്ധമുള്ള കടലമ്മയായിട്ട് ബന്ധമുള്ള സ്വയംസേവരുള്ളത്. അതുകൊണ്ട് നമ്മുടെ സംഘത്തിൻ്റെ അധികാരികളോട് സംസാരിച്ചു. ഇപ്പം നമ്മുടെ മാധവജി അന്ന് BP ജനേട്ടനാണ് കോഴിക്കോട്. അവരെല്ലാവരും ബേപ്പൂരും അതേപോലെ തന്നെ വെള്ളയിലും കൊയിലാണ്ടിയിലും ഉള്ള നമ്മുടെ ഈ തരത്തിലുള്ള സ്വയംസേവരെ വിളിച്ചു. അവർ പറഞ്ഞു അങ്ങനെ മാറണം, അവിടുന്ന് കുരിശ് പോകണം. അതിന് കടലുമായിട്ട് ബന്ധമുള്ള നമുക്കേ സാധിക്കുള്ളൂ. പക്ഷേ നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വരുമെന്നൊന്നും ഉറപ്പില്ല. അത് മാറിയാൽ നമുക്ക് ബാക്കി കാര്യങ്ങൾക്ക് ശരിയാക്കാൻ സാധിക്കും. ആ സമയത്ത് നമ്മുടെ സ്വയംസേവകർ ബാലൻ അതേപോലെ തന്നെ ലക്ഷ്മണൻ പാടത്തുകാൽ മരിച്ചു. ധാരാളം യങ്സ്റ്റേഴ്സ് അവർ ഞങ്ങൾ പോകാൻ തയ്യാർ. ഞങ്ങളുടെ ജീവനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും വെച്ചാൽ നമുക്ക് ഓണത്തിൻ്റെ ആഘോഷമൊക്കെ തമ്മിൽ ഓണമൊക്കെ നമുക്ക് പിന്നെ വന്നിട്ട് അത് ആദ്യം തീർക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ 10-15 സ്വയംസേവകർ അവിടെ പോയി അവരാദ്യം കാര്യങ്ങളൊക്കെ പഠിച്ചു, മനസ്സിലാക്കി. അങ്ങനെ വാഹനത്തിലൊക്കെ വെള്ളത്തിലൊക്കെ പോയിട്ടൊന്നും അത് മാറ്റാൻ സാധിക്കില്ല. ചുറ്റുഭാഗത്ത് ഈ ക്രിസ്ത്യൻസ് വള്ളത്തിൽ രാപ്പകലത്തിന് ചുറ്റും കാവലാണ് ഈ കാര്യം നൽകാൻ. അപ്പോൾ ഇവർ നിശ്ചയിച്ചു കടലിൽ നീന്തി പോവുക. സ്വാമി വിവേകാനന്ദൻ ആദ്യം കടലിൽ പോയിട്ട് നീന്തിയിട്ടാണ് അവർ പോയത്. അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നീന്തിപ്പോയി. അവർ രാത്രിക്ക് രാത്രി കുരിശ് അവിടെ നിന്ന് മാറ്റി തിരിച്ച് വരുമ്പോഴേക്ക് തന്നെ ആൾക്കാർ വലിയ സെറ്റ് കൂടിയിരുന്നു. പക്ഷെ നമ്മൾ സർക്കാരൊക്കെ ഒരു ധാരണയുണ്ടായിരുന്നു സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുരിശ് മാറ്റി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് 144 വന്നില്ലെങ്കിൽ വീണ്ടും അവിടെ ഇത് സ്ഥാപിക്കും. അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ പ്രശ്നം കഴിഞ്ഞുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഡേ 144 പ്രഖ്യാപിച്ചു. അത് സർക്കാരിൻ്റെ കയ്യിലായി പാറ. ഈ കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി പിന്നെ അവിടെ സ്മാരകം നിർമ്മിക്കേണ്ട പ്രവർത്തനത്തിലേക്കായി ഈ കാര്യങ്ങളെല്ലാം. അങ്ങനെ സ്വയംസേവർ ഏകനാജിയുടെ പങ്ക് എത്രയുണ്ടോ അതുപോലെ തന്നെ അവിടെ സ്മാരകം വരുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് നമ്മുടെ കേരളത്തിലെ സ്വയംസേവർ വഹിച്ചിട്ടുണ്ട്. ജീവൻ പണയം വെച്ചിട്ടുള്ളൊരു അതെ. പക്ഷേ അവിടെ പോയി മാറ്റുന്നതിന് വികാരം കൊടുക്കൽ മാത്രമല്ല, വരാൻ പോകുന്ന ആപത്തുകളെക്കുറിച്ച് കൂടി അവർ പറഞ്ഞു. നിങ്ങൾക്ക് ജീവൻ്റെ കൂടെ തിരിച്ച് വരാൻ സാധിച്ചില്ല എന്നുണ്ടേക്കാം. ആ സമയത്ത് അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ സ്വയംസേവർ പോയത് അവിടെ.